തൂതുപുഴയ്ക്ക് കുറുകെ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് കൊടുമുടി തിരുവേഗപ്പുറ സമാന്തര പാലം നിർമ്മാണത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികളുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധന ഉടനെ ആരംഭിക്കുമെന്ന് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ. മണ്ണ് പരിശോധനയ്ക്ക് ശേഷം വിശദമായ പദ്ധതിരേഖ തയ്യാറാക്കി മരാമത്ത് പാലങ്ങൾ വിഭാഗം ചീഫ് എഞ്ചിനീയർ മുഖേന അംഗീകാരത്തിനായി ഡിസൈനിംഗ് വിഭാഗത്തിന് സമർപ്പിക്കും. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എയുടെ ഇടപെടലിനെ തുടർന്നാണ് നടപടി. കൊടുമുടി തിരുവേഗപ്പുറ സമാന്തര പാലം നിർമ്മാണത്തിന് ബജറ്റിൽ 5 കോടി രൂപ അനുവദിച്ചു. ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്കായി 14.2 ലക്ഷം രൂപയും അനുവദിച്ചിരുന്നു. കഴിഞ്ഞ മലപ്പുറം ജില്ലാ വികസന സമിതിയിൽ ഇതു സംബന്ധമായ വിഷയം എം.എൽ.എ. ഉന്നയിച്ചിരുന്നു. ഇൻവെസ്റ്റിഗേഷനും തുടർ നടപടികളും വേഗത്തിലാക്കുമെന്ന് മരാമത്ത് പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം.എൽ.എയെ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ നടപടികളുടെ ഭാഗമായുള്ള മണ്ണ് പരിശോധനയുടെ മുന്നോടിയായി ഉദ്യോഗസ്ഥർ തൂതപ്പുഴയുടെ കൊടുമുടി പ്രദേശം സന്ദർശിച്ചു. ഇരുമ്പുളയം പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ വി.ടി. അമീർ, പാലങ്ങൾ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിനോദ് കുമാർ ചാലിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ധീരജ് കുമാർ, ഓവർസിയർ പി. മുസാഫിർ അലി എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത്. അടുത്ത ആഴ്ചയോടെ പൈലിംഗ് ആരംഭിക്കുമെന്ന് മരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. തൂതുപുഴയ്ക്ക് കുറുകെയുള്ള തിരുവേഗപ്പുറ പാലം കാലപ്പഴക്കത്താൽ തകർച്ചാ ഭീഷണി നേരിട്ട സാഹചര്യത്തിലാണ് പുതിയ സമാന്തര പാലം നിർമ്മിക്കുന്നത്. നിലവിലുള്ള തിരുവേഗപ്പുറ പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പലതവണ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് തൂതുപുഴയ്ക്ക് കുറുകെ പുതിയ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നതും പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം.എൽ.എ. പുതിയ പാലത്തിനായി ശ്രമിക്കുന്നതും. എം.എൽ.എയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് പുതിയ പാലം നിർമ്മാണത്തിനുള്ള ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ വേഗത്തിലായത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി.